സർക്കാർ ഭൂമി കയ്യേറി കൈവശം വെക്കുക, എന്നിട്ട് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെന്ന് തോന്നുമോ എന്ന മട്ടിൽ മറ്റുള്ളവരുടെ മേൽ ചെളി വാരിയെറിഞ്ഞ് രസിക്കുക, നുണപ്രചരണങ്ങൾ നടത്തുക, അതിൽ ആനന്ദം കണ്ടെത്തുക, താനെന്തോ മഹാസംഭവമാണെന്ന മട്ടിൽ ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ കൈരേഖ കാട്ടി ആടിത്തിമിർക്കുക. എന്തൊക്കെയായിരുന്നു നമ്മുടെ മാത്യു കുഴൽനാടൻ്റെ ലീലാവിലാസങ്ങൾ. ഒടുവിൽ പ്രശസ്തമായ സിനിമാ ഡയലോഗില്ലേ, മലപ്പുറം കത്തി മെഷീൻ ഗൺ, ഒടുക്കം പവനായി ശവമായി എന്ന് പറയും പോലെ കോൺഗ്രസിലെ യുവതുർക്കിയുടെ ഭൂമി തട്ടിപ്പെല്ലാം കയ്യോടെ പുറത്തു വന്നിരിക്കുന്നു. കുഴൽനാടൻ MLA ചിന്നക്കനാലിൽ കയ്യേറിയ പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി നൽകിക്കഴിഞ്ഞു. റിസോർട്ടിൻ്റെ മറവിൽ MLA സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗമാണ് ഭൂമി ഏറ്റെടുക്കുക. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വാങ്ങിയ ശേഷം കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടി ആരംഭിക്കും. പ്രാഥമിക സർവേ പ്രകാരം മാത്യു കുഴൽനാടൻ 50 സെൻറ്റോളം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസീൽദാർ കഴിഞ്ഞ ദിവസം കളക്ടർക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സർവേയിലാണ് കയ്യേറ്റം സ്ഥിരീകരിച്ചത്. കയ്യേറ്റവും ക്രമക്കേടുമില്ലെന്നും നിയമപ്രകാരമാണ് ഭൂമി വാങ്ങിയതെന്നുമുള്ള മാത്യു കുഴൽനാടൻ്റെ വാദം ഇതോടെ പൊളിഞ്ഞു. ചിന്നക്കനാൽ 6-ാം വാർഡിൽ സർവേ നമ്പർ 34-1 കുഴൽനാടൻ വാങ്ങിയ പട്ടയ വസ്തു 1.21 ഏക്കറാണ്. എന്നാൽ 50 സെൻറ്റോളം സർക്കാർ ഭൂമി കുഴൽനാടൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട വസ്തു രജിസ്ട്രേഷൻ നടത്താൻ പാടില്ലാത്തതാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഈ വിവരം അറിഞ്ഞിരുന്നില്ല എന്നാണ് കുഴൽനാടൻ പ്രതികരിച്ചത്. ക്രമക്കേടൊന്നും നടന്നിട്ടില്ലെന്നാണ് മുമ്പ് വാർത്താ സമ്മേളനങ്ങളിൽ കുഴൽനാടൻ പറഞ്ഞിരുന്നത്. 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടത്തിൻ്റെ കാര്യം മറച്ചുവെച്ചാണ് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയത്. ഇതനുസരിച്ച് നികുതി വെട്ടിപ്പും നടത്തിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. വിജിലൻസ് കണ്ടെത്തലിൻ്റെ ഭാഗമായി താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്നതിനെ തുടർന്നാണ് തഹസീൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ഭൂമി കയ്യേറ്റത്തിനാണ് റവന്യൂ വിഭാഗം നടപടി തുടങ്ങിയത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടി അടുത്ത ദിവസം മുതലുണ്ടാകും. ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് ആദ്യം നോട്ടീസ് നൽകും. വാദം കേട്ട ശേഷമായിരിക്കും നടപടിയെന്ന് റവന്യൂ വിഭാഗം അറിയിച്ചു. നികുതി വെട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം തുടരുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച വിജിലൻസ് കുഴൽനാടനെ 2.5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. കുഴൽനാടന് മേൽ നിയമക്കുരുക്ക് മുറുകുന്നു എന്ന സൂചനകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.